ഓണമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ എക്സ്പീരിയൻസ് നെക്സ്റ്റ്. കാണാൻ സാധിക്കുന്ന ഒരു ജലമേളയാണ്, മാമാങ്കമാണ് നമുക്ക് ഇവിടെ ആറന്മുളയിൽ കാണാൻ സാധിക്കുന്നത്. ഓളപ്പരപ്പിലെ എന്ന് നമുക്ക് ധ്വജം ഇതെല്ലാം ഓരോ പള്ളിയോടങ്ങളുടെയും അതിന്റെ ഭംഗി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പള്ളിയോടക്കരകൾക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്. ഇന്ന് ഈ ഉത്രട്ടാതി ദിനം ഓരോ പള്ളിയോടക്കരകളും ഇവിടേക്ക് വരുന്നത്, ഈ ആറന്മുളയിലേക്ക് ഈ ഒരു ഉത്രട്ടാതി ജലമേളയ്ക്കായി വരുന്നത് ഓരോ തങ്ങളുടെ ഓരോ വിശ്വാസങ്ങളുള്ള ഓരോ ക്ഷേത്രങ്ങളിൽ രാവിലെ വഴിപാടുകൾ ഒക്കെ കഴിച്ചതിന് ശേഷമാണ്, വഴിപാടുകളും പൂജകളും ഒക്കെ നടത്തിയതിനു ശേഷമാണ് അതാത് കരകളിൽ നിന്ന് ഓരോ പള്ളിയോടങ്ങളും ഈ ആറന്മുളയിലേക്ക് വരുന്നത്. ആറന്മുളയിലെത്തുന്ന ഓരോ പള്ളിയോടങ്ങളും അവർ ആദ്യം എത്തുന്നത്, ഇവിടെ എത്തിയതിനു ശേഷം ആദ്യം പോകുന്നത് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്രത്തിലെത്തി ഭഗവാനെ തൊഴുതതിനു ശേഷം ആയിരിക്കും ഈ ഒരു ജലമേളയ്ക്ക് വേണ്ടി എല്ലാ പള്ളിയോടങ്ങളും ഇറങ്ങുന്നത്. ഇതൊക്കെ ആറന്മുളയിൽ മാത്രം കാണാൻ സാധിക്കുന്ന കാഴ്ചകളാണ്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ 6ാം ഹീറ്റ് മത്സരങ്ങൾ അത് ആരംഭിച്ചിട്ടുണ്ട്. മേലുകരയും നെടുമ്പ്രയാറും തമ്മിലുള്ള ആ ഒരു പോരാട്ടം, ഒപ്പം മേലുകരയും നെല്ലിക്കലും നെടുമ്പ്രയാറും തമ്മിലുള്ള ഒരു വാശിയേറിയ പോരാട്ടമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതായത് ഈ 3 പള്ളിയോടങ്ങൾ തമ്മിൽ ഇങ്ങനെ വാശിയോടെ മത്സരിച്ച് വരുന്ന കാഴ്ചകൾ ഒക്കെ നമുക്ക് ഇങ്ങനെ നയനാനന്തര 3 പള്ളിയോടങ്ങളും ഒപ്പത്തിനൊപ്പം പാടിത്തുഴഞ്ഞു വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതായത് ഓരോ പള്ളിയോടങ്ങളും ഇങ്ങനെ മത്സരത്തിനപ്പുറത്തേക്ക് വിശ്വാസത്തിന്റെ ഒരു ഭാഗം കൂടിയുണ്ട് ഇതിലെന്തായാലും. അങ്ങനെ ഓരോ കരക്കാർക്കും ഓരോ വിശ്വാസങ്ങൾ, ഒപ്പം ആ വിശ്വാസങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ പള്ളിയോടങ്ങളും ഇവിടേക്ക് എത്തുന്നു, തിരുവാറന്മുളയപ്പനെ കാണാൻ എത്തുന്നു. എന്തായാലും ഇപ്പോഴിങ്ങനെ 3 പള്ളിയോടങ്ങൾ അത് ഒപ്പത്തിനൊപ്പം പാടിത്തുഴഞ്ഞെത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ ഒരു 6ാം ഹീറ്റ്സ് മത്സരങ്ങൾ പുരോഗമിക്കുന്നു. മേലുകരയും നെല്ലിക്കലും നെടുമ്പ്രയാറും തമ്മിലുള്ള ഒരു പോരാട്ടം, അത് ഇങ്ങനെ പാടിത്തുഴഞ്ഞു വരുന്ന കാഴ്ച കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പൂരത്തിനെ ആനയെ എഴുന്നള്ളിക്കുന്ന അതിലൊരു ഭംഗി നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ഇങ്ങനെ കരിവീരന്മാരായ ഈ പള്ളിയോടങ്ങൾ അതിലിങ്ങനെ തലയുയർത്തി നിൽക്കുന്ന ആ ഒരു അമരച്ചാർത്ത്, ഈ നെറ്റിപ്പട്ടം പോലെ നമുക്ക് തോന്നുന്ന അമരച്ചാർത്ത്, അതിന് മുകളിലായുള്ള ആ ഒരു ധ്വജം, അതൊക്കെ ഇങ്ങനെ ഭംഗിയോടെ കണ്ടിരിക്കാൻ എന്ത് രസമാണ്. ഇതൊക്കെ കാണാൻ ഈ വള്ളംകളി പ്രേമികൾ, ജലോത്സവ പ്രേമികളൊക്കെ ഈ ആറന്മുള ക്ഷേത്രത്തിന്റെ 2 കരകളിലുമായി ഇങ്ങനെ തടിച്ചുകൂടിയിരിക്കുന്ന കാഴ്ച. ഇപ്പോഴെന്തായാലും ഒരു പള്ളിയോടം കുറച്ചെങ്കിലും മുമ്പിലാണ്. ആ വാശിയേറിയ പോരാട്ടം, 3 പള്ളിയോടങ്ങൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിൽ ഒരു പള്ളിയോടം അല്പമെങ്കിലും മുൻപിലാണ് എന്ന് പറയാൻ സാധിക്കുന്നത്. ഏത് പള്ളിയോടമാണ് എന്നുള്ളത് നമ്മളിങ്ങനെ ആകാംക്ഷയോടെ, ഓരോ വള്ളംകളി പ്രേമികളും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഏത് പള്ളിയോടമാണ് എന്നുള്ളത്. എന്തായാലും അതിങ്ങനെ പാടിത്തുഴഞ്ഞ് മറ്റ് 2 പള്ളിയോടങ്ങളെക്കാൾ ഒരു വള്ളപ്പാടിനെങ്കിലും മുന്നിലായി അതിങ്ങനെ പാടിത്തുഴഞ്ഞ് വരുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഏറ്റവും ശ്രദ്ധേയം ഇത് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നവരനുസരിച്ചാണെങ്കിൽ അത് നെടുമ്പ്രയാർ പള്ളിയോടമാണ് എന്ന് തോന്നുന്നു. മേലുകരയും നെല്ലിക്കലും നെടുമ്പ്രയാറും തമ്മിലുള്ള ആ ഒരു വാശിയേറിയ ആ ഒരു പോരാട്ടം തന്നെയാണ്. അതെ, 33ാം നമ്പർ മേലുകര പള്ളിയോടമാണത് ഒരു മുമ്പിലുള്ളത്. വള്ളപ്പാടുകൾക്ക് മുന്നിലായി ഒരു പുതുക്കി പണിത പള്ളിയോടം മേലുകര, അതാണ് ആ വള്ളപ്പാടുകൾക്ക് മുന്നിലായി 33ാം നമ്പർ, 1ാം ട്രാക്കിലുള്ള 33ാം നമ്പർ മേലുകര പള്ളിയോടം. അതുതന്നെയാണ് ഈ 6ാം ഹീറ്റ്സിൽ വള്ളപ്പാടുകൾക്കകലെ മറ്റ് 2 പള്ളിയോടകൾ നെല്ലിക്കലിനെയും നെടുമ്പ്രയാറിനെയും പിന്നിലാക്കി, വള്ളപ്പാടുകൾക്ക് പിന്നിലാക്കി മേലുകര പള്ളിയോടം അതങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അതങ്ങനെ സത്രക്കടവിലെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തി. അതിങ്ങനെ മേലുകര പള്ളിയോടം 1ാം ട്രാക്കിൽ തുഴഞ്ഞ മേലുകര പള്ളിയോടം 33ാം നമ്പർ പള്ളിയോടം അതിങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. തൊട്ടു പിന്നിലായി ഈ ആവേശം ഒട്ടും ചോരാതെ 34ാം നമ്പർ നെടുമ്പ്രയാർ പള്ളിയോടവും 35ാം നമ്പർ നെടുമ്പ്രയാർ പള്ളിയോടവും, അത് ഇരു പള്ളിയോടങ്ങളും ഇങ്ങനെ പാടിത്തുഴഞ്ഞ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്ന കാഴ്ചകളും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഓരോ പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 6ാം ഹീറ്റ്സിൽ മേലുകര പള്ളിയോടം 33ാം നമ്പർ മേലുകര പള്ളിയോടം 1ാം ട്രാക്കിൽ തുഴഞ്ഞ മേലുകര പള്ളിയോടം
ഇങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ്. ഇനി 7ാം ഹീറ്റ്സാണ് നടക്കാനുള്ളത്. 7ാം ഹീറ്റ്സിൽ പ്രയാർ, പുന്നംതോട്ടം, കോഴഞ്ചേരി പള്ളിയോടങ്ങളാണ് ഇനി എന്തായാലും 7ാം ഹീറ്റ്സിൽ അണിനിരക്കുന്നത്. മത്സര വള്ളംകളി 6ാം ഹീറ്റ്സ് 6ാം പാദ മത്സരം പൂർത്തിയായിരിക്കുന്നു. മേലുകര, നെല്ലിക്കൽ, നെടുംപ്രയാർ പള്ളിയോടങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മേലുകര കൃത്യമായ മുൻതൂക്കം നേടിയിരിക്കുന്നു. ഇനി 7ാം പാദ മത്സരം ആരംഭിക്കാനിരിക്കുന്നു. പ്രയാർ, പുന്നംതോട്ടം, കോഴഞ്ചേരി. യഥാക്രമം 36, 37, 38 നമ്പർ പള്ളിയോടങ്ങളായ പ്രയാർ, പുന്നംതോട്ടം, കോഴഞ്ചേരി പള്ളിയോടങ്ങളാണ് 7ാം പാദ മത്സരത്തിൽ മാറ്റുരക്കുന്നത്. ഗൗതം എങ്ങനെയുണ്ട് വള്ളംകളി മത്സര അനുഭവം? നെല്ലമ്പയാർ വളരെ ഗംഭീരമായി തന്നെ ഈ ആറന്മുള ഉത്രട്ടാതി ജലമേളയുടെ എ ബാച്ചിന്റെ ഹീറ്റ്സ് മത്സരങ്ങൾ കൂടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് 6ാമത്തെ ഹീറ്റ്സ് മത്സരത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നുള്ള കാഴ്ചകളാണ്. മേലുകരയും നെല്ലിക്കലും നെടുംപ്രയാറും തമ്മിലുള്ള കടുത്ത മത്സരം ഹീറ്റ്സിൽ നടന്നു. ഒടുവിൽ മേലുകര പള്ളിയോടമാണ് 33ാം നമ്പർ പള്ളിയോടം 1ാം ട്രാക്കിലൂടെ തുഴഞ്ഞു വന്ന മേലുകര 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. മേലുകര മുൻപും പല ഘട്ടങ്ങളിൽ, അതായത് മന്നം ട്രോഫിയുടെ ചരിത്രം 972 മുതൽ പരിശോധിച്ചു കഴിഞ്ഞാൽ നിരവധി തവണ ഈ ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ള ഒരു കരയാണ് മേലുകര. അതായത് ആറന്മുളയുടെ 72 മുതലുള്ള മത്സര വള്ളംകളിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ മന്നം ട്രോഫിയിൽ മുത്തമിട്ട പള്ളിയോടങ്ങളുടെ പട്ടികയിൽ മേലുകരയുണ്ട്. ഈ തവണയും 6ാമത്തെ ഹീറ്റ്സിൽ 1ാമത്തെ ട്രാക്കിൽ മത്സരിച്ച മേലുകര 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് എ ബാച്ചിന്റെ ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എ ബാച്ചിന്റെ 7ാമത്തെ ഹീറ്റ്സ് മത്സരമാണ്. അത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. 3 പള്ളിയോടങ്ങളാണ് മത്സരിക്കുന്നത്. 1ാം ഹീറ്റ്സിൽ പ്രയാറും 1ാം ട്രാക്കിൽ പ്രയാറും 2ാം ട്രാക്കിൽ പുന്നത്തോട്ടവും 3ാം ട്രാക്കിൽ കോഴഞ്ചേരിയും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഹീറ്റ്സ് മത്സരത്തിൽ നമ്മൾ കാണുന്നത്. 7ാമത്തെ ഹീറ്റ്സ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ കോഴഞ്ചേരി പള്ളിയോടത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ആറന്മുളയ്ക്ക് അടുത്ത് തന്നെയുള്ള പ്രദേശമാണ് കോഴഞ്ചേരി എന്ന് പറയുന്നത്. ആറന്മുള ക്ഷേത്ര നിർമ്മാണത്തിനായി മണ്ണ് കൊണ്ടുവന്ന സ്ഥലം കൂടിയാണ് മാരാമണ്ണും കോഴഞ്ചേരിയും ഒക്കെ. അതിനാൽ തന്നെയാണ് ആ പ്രദേശത്തിന് മാരാമണ്ണ് എന്ന പേര് വന്നത്. എന്നാൽ മാരാമൺ പള്ളിയോടം വേറെയുണ്ട്. ബി ബാച്ചിലാണ് മാരാമണ്ണ് ഉള്ളത്. എന്നാൽ കോഴഞ്ചേരിയും ഈ മാരാമൺ ചേർന്നിരിക്കുന്ന മറ്റൊരു കരയാണ്. 1989 മന്നം ട്രോഫിയിൽ മുത്തമിട്ട പള്ളിയോടം കൂടിയാണ് കോഴഞ്ചേരി എന്ന കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ കോഴഞ്ചേരിയിൽ നിന്നും വരുന്ന പള്ളിയോടം 3ാമത്തെ ട്രാക്കിൽ മത്സരിക്കുമ്പോൾ പുന്നംതോട്ടം പള്ളിയോടം 2ാം ട്രാക്കിൽ മത്സരിക്കുകയാണ്. പുന്നംതോട്ടം എന്ന് പറയുമ്പോൾ അത് ആറന്മുളയോട് ചേർന്നിരിക്കുന്ന പുന്നംതോട്ടം ദേവി ക്ഷേത്രത്തിനടുത്താണ് ഈ വള്ളപ്പുര വരുന്നത്. പുന്നംതോട്ടം ദേവി എന്ന് പറയുന്നത് പാർത്ഥസാരഥിയുടെ സഹോദരിയാണ് എന്ന രീതിയിലാണ് അവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം. അങ്ങനെ ആറന്മുളയോട് ചേർന്നുള്ള പുന്നംതോട്ടം കരയിൽ നിന്നുള്ള പള്ളിയോടം 2ാം ട്രാക്കിൽ തുഴഞ്ഞു വരുമ്പോൾ പ്രയാർ പള്ളിയോടമാണ് 3ാം ട്രാക്കിലൂടെ കടന്നു വരുന്നത്. ഗോശാല കൃഷ്ണന്റെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങി വരുന്ന പ്രയാർ പള്ളിയോടം 1ാം ട്രാക്കിലൂടെയും കടന്നു വരുന്നു. എന്തായാലും അതിശക്തമായ മത്സരം ഈ 7ാം ഭാഗം മത്സരത്തിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന പുന്നത്തോട്ടം ഏതാണ്ട് മുന്നിലാണ് എന്ന് തന്നെയാണ്. വള്ളപ്പാട് മുന്നിൽ തന്നെയാണ് പുന്നത്തോട്ടം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കോഴഞ്ചേരിയും പ്രയാറും പിന്നിൽ തന്നെയാണ്. ഇപ്പോൾ മധ്യഭാഗത്തുള്ള സെൻട്രൽ ട്രാക്കിലൂടെ വരുന്ന, അതായത് 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന പുന്നംതോട്ടം ഇപ്പോൾ വള്ളപ്പാടുകൾക്ക് മറ്റ് 2 പള്ളിയോടങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് 1ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള കുതിപ്പ് തുടരുകയാണ്. പക്ഷേ നേരത്തെ നമ്മൾ പലതവണ സൂചിപ്പിച്ചതുപോലെ ഈ ഹീറ്റ്സ് മത്സരങ്ങളിൽ ഏറ്റവും വേഗത്തിൽ എത്തുന്ന അല്ലെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ടെത്തുന്ന പള്ളിയോടങ്ങൾ തന്നെയാണ് ഫൈനലിലേക്ക് കടക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യം നമുക്കറിയാം. എങ്കിൽ പോലും 1ാം സ്ഥാനത്ത് എത്തുന്ന പള്ളിയോടങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വലിയ പ്രൗഢിയും അല്ലെങ്കിൽ കരകളിൽ നിന്ന് ഉയരുന്ന കരഘോഷവും ഒക്കെ തന്നെയുണ്ട്, ഒരു അഭിമാനം തന്നെയാണ്. അതിനാൽ തന്നെ ഹീറ്റ്സ് മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്തുന്ന പള്ളിയോടങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടും എന്ന യാഥാർത്ഥ്യം കൂടി ആ തുഴച്ചിൽക്കാർ മനസ്സിലാക്കിക്കൊണ്ടാണ് കരുത്തുറ്റ തുഴച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ കാണാം വള്ളപ്പാടുകൾക്ക് മറ്റ് 2 പള്ളിയോടങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് 2ാം ട്രാക്കിലൂടെ മത്സരിക്കുന്ന പുന്നത്തോട്ടം പള്ളിയോടം ഇപ്പോൾ മറ്റ് 2 പള്ളിയോടങ്ങളെ പിന്നിലാക്കി 1ാം സ്ഥാനത്ത് കുതിച്ചു
കുതിച്ചു പായുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആ പള്ളിയോടം ഇങ്ങനെ കടന്നു വരുമ്പോൾ മറ്റ് രണ്ട് പള്ളിയോടങ്ങളും വള്ളപ്പാടുകൾക്ക് പിന്നിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പുന്നത്തോട്ടം എന്ന് പറയുന്നത് ആറന്മുള ക്ഷേത്രത്തിന് തൊട്ടടുത്തായുള്ള പുന്നത്തോടം ദേവീക്ഷേത്രവും ആ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ സങ്കല്പം തന്നെ ആറന്മുള ഭഗവാന്റെ സഹോദരി എന്ന നിലയിൽ അറിയപ്പെടുന്ന ക്ഷേത്ര സങ്കല്പവും പ്രതിഷ്ഠയുമുള്ള പ്രദേശമാണ് പുന്നത്തോട്ടം. അവിടെ നിന്നുള്ള പള്ളിയോടമാണ് ഇപ്പോൾ ഈ എ ബാച്ചിലെ 7ാമത്തെ ഹീറ്റ്സിൽ 2ാം ട്രാക്കിൽ മത്സരിച്ച പുന്നത്തോട്ടം ഇപ്പോൾ മറ്റ് വള്ളങ്ങളെ വള്ളപ്പാടുകൾക്ക് പിന്നിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കോഴഞ്ചേരിയെയും പ്രയാറിനെയും പിന്നിലാക്കിക്കൊണ്ട് പുന്നത്തോട്ടം ഒന്നാമതെത്തിയിരിക്കുന്നത്. ാതി മത്സര വള്ളംകളിയിലെ 7ാം ഹീറ്റ്സ് മത്സരത്തിൽ 7ാം പാദ മത്സരത്തിൽ പുന്നംതോട്ടം പള്ളിയോടം വിജയിയായിരിക്കുന്നു. പ്രയാർ, പുന്നംതോട്ടം, കോഴഞ്ചേരി പള്ളിയോടങ്ങളാണ് 7ാം പാദ മത്സരത്തിൽ ഏറ്റുമുട്ടിയത്. ബാച്ച് എ 8ാം ഹീറ്റ്സ് മത്സരം ഉടൻ ആരംഭിക്കും. 8ാം പാദ മത്സരത്തിൽ ഇടപ്പാവൂർ, പേരൂർ, ഉമയാറ്റുകര, ഇടനാട് യഥാക്രമം 39, 40, 41 നമ്പർ പള്ളിയോടങ്ങളാണ്. ഇടപ്പാവൂർ, പേരൂർ, ഉമയാറ്റുകര, ഇടനാട്. ഒരിടവേളയിലേക്ക് പോകുന്നു, ഉടൻ തിരികെ എത്താം. വക്കാലക്ക വക്കാലക്ക നന്ദിലത്ത് ചിമാത്തിൽ വക്കാലക്ക